നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ. നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കഥയിലേക്ക് കടക്കാം. കേക്കിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഒരു ആത്മധൈര്യത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ചാടി പുറപ്പെട്ടതാ. ഓരോ തവണ കേക്ക് കഴിയുമ്പോഴും ഓരോ കുറവുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് നല്ലവരായ എൻ്റെ നാട്ടുകാർ കുറച്ച് കസ്റ്റമേഴ്സ് ആയിരുന്നു. ഇൻഷാ അല്ലാ അടുത്ത തവണ മെച്ചപ്പെടുത്തി ചെയ്യാട്ടോ എന്ന് ഞാൻ കൊടുക്കണ ഒരു വാക്കിൽ അവരും ഓക്കെ ആയിരുന്നു. പിന്നെ പിന്നെ കുറവുകൾ കുറയാൻ തുടങ്ങി. നല്ല ഫീഡ്ബാക്കുകൾ മാത്രം കിട്ടി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അന്തിയോളം വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് കല അടച്ചു. കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഫോട്ടോയും അയച്ചു കൊടുത്ത് അത് ഡെലിവറി ചെയ്തപ്പോഴുള്ള അവസ്ഥയായത്. അത് കണ്ടതും അവരെന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. അവരുടെ ഭാഗത്ത് ഞാനാണെങ്കിൽ അങ്ങനെ പ്രതികരിക്കൂ. കാരണം മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഇല്ലാത്ത കാശ് മുടക്കി പലരും പല തീമിൽ കേക്ക് വാങ്ങണത്. അത് അവസാനം ഒന്നിനും പറ്റാതെ ആകുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വരും. പക്ഷെ അന്ന് എന്താ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ കഷ്ടകാലമായിരിക്കാം. ആ പേയ്മെൻറ്റ് വാങ്ങാൻ എന്തോ മനസ്സ് സമ്മതിച്ചില്ല. ഞാൻ അപ്പം തന്നെ റീഫണ്ട് ചെയ്ത് കൊടുത്തു. അവരുടെ കോള് പിന്നെയും വന്നു. എടാ സോറി കേട്ടോ, അപ്പത്തെ വിഷമത്തിൽ പറഞ്ഞു പോയതാ. കേക്ക് അടിപൊളിയായിരുന്നു. ഇത്രയും നല്ല കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ സങ്കടമൊക്കെ എങ്ങടോ പാറിപ്പോയി. അവർ ക്യാഷ് വീണ്ടും ഇട്ടു വന്നു. എന്നിട്ട് പറഞ്ഞു തൻ്റെ എഫേർട്ടിനുള്ള കൂലിയായത്, ഇത് തിരിച്ചയക്കരുത് എന്നൊക്കെ. ഒരു വലിയ വിഷമം കുഞ്ഞു സന്തോഷത്തിൽ കലാശിച്ചെങ്കിലും ഞാൻ കരുതി അവരെൻ്റെ ആദ്യത്തെ അവസാനത്തെയും കസ്റ്റമർ ആയിരിക്കുന്നു. പക്ഷേ അവിടെ എനിക്ക് തെറ്റിയിട്ടോ. 2 വർഷത്തിനിടയിൽ 4-5 കേക്ക് അവരെൻ്റെ നിന്ന് വാങ്ങി. ഓരോ വർക്കുകളും സ്റ്റാർട്ട് ചെയ്ത് അത് കസ്റ്റമറുടെ കയ്യിലെത്തി ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ നെഞ്ചിലൊരാദിയാണ്. ആ ആദി ഇന്നും ഒരു ദിനചര്യയായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.